ഇന്ന് നമുക്ക് ഉഴുന്നൊന്നും ചേർക്കാതെ നല്ല പഞ്ഞി പോലത്തെ ഒരു ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാവേ. ഒട്ടും തന്നെ പുളിയില്ല, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ദോശ കഴിക്കാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് അരി കുതിർക്കാനിടണം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ അരി നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം കഴുകി 5 മണിക്കൂർ നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കണം. അതോടൊപ്പം തന്നെ വേറെ ഒരു പാത്രത്തിൽ ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തത് അതേ കപ്പിൽ തന്നെ 3/4 കപ്പ് ചവ്വരി ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബുദാന നമ്മുടെ ഈ പായസത്തിനൊക്കെ ഉപയോഗിക്കുമല്ലോ, അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി ഇത് ഒരു 5 മണിക്കൂർ നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം. ഇനി വേറെ ഒരു പാത്രത്തിൽ ചെറിയ സ്പൂണിന് 3/4 സ്പൂണ് ഉലുവ കൂടെ എടുത്തിട്ടുണ്ട്. ഇതും കഴുകി നമുക്കൊരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മുടെ അരിയും ചവ്വരിയും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിയും ഉലുവയും കൂടെ കൂട്ടിയൊന്ന് അരച്ചെടുക്കണം. അരിയുടെ കൂടെ ഇത് അരയ്ക്കരുത്. ഈ ചവ്വരി നന്നായിട്ട് അരിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അരഞ്ഞ് കിട്ടിയാല. ഇത് തന്നെ അരച്ചാലേ നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരച്ചെടുത്ത ഈ മാവ് നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയുണ്ടല്ലോ, അരിയും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരയ്ക്കാൻ. വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് അരയ്ക്കുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം അരയ്ക്കാനായിട്ട്. പിന്നെ ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. അരച്ചെടുത്ത അരിമാവ് കൂടെ നമുക്ക് ആദ്യം അരച്ച് വെച്ച കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നുള്ള് ഈസ്റ്റാണ്. അധികം വേണ്ട. ഒരു ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂണും ഈസ്റ്റും 1 സ്പൂണ് പഞ്ചസാരയും ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട്, നമ്മളിപ്പോൾ 2-3 ബാച്ചൊക്കെ ആയിട്ടായിരിക്കുമല്ലോ അരച്ചത്, അതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം. മിക്സാക്കി കഴിഞ്ഞിട്ട് ഇത് മൂടി നമുക്ക് ഒരു 7 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചില സമയത്ത് നമുക്ക് 5-6 മണിക്കൂറിൽ ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. ഞാനിപ്പം രാത്രിയിൽ ആയിരുന്നു മാവ് അരച്ച് വെച്ചിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ആയപ്പോൾ മാവ് കണ്ടോ എത്ര നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി ഒരു 10 മിനിറ്റ് വെക്കണം. ഇപ്പം തന്നെ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അത് കഴിയുമ്പം ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണയോ നെയ്യോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് 1-1.5 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി വലിയ ദോശയായിട്ട് ഇതുണ്ടാക്കേണ്ട. ഇതുപോലെ ചെറിയ ചെറിയ ദോശയായിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി. ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ച് 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേനും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ.